വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറികളും കൂടി ഒന്ന് ഷെയർ ആക്കാൻ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഈ ഒരു വീഡിയോ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെജിറ്റബിൾ കറിയാണ്. ഇതിനായി ഒരു കുക്കറിലേക്ക് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ. അതിൽ ഒരു മുള വന്നിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ പീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 5 വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ വേവിച്ചെടുത്തത്. ഓരോ പ്രഷർ കുക്കറിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പെരിഞ്ജീരകവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ ആ തേങ്ങയുടെ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കുരുമുളക് പൗഡർ, പിന്നെ വേണ്ടത് ഗരം മസാല പൗഡർ, മല്ലിപ്പൊടി. ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കടുക് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. ഇനി പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്തത്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം കുറുകി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അടുത്ത റെസിപ്പി വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു പരിപ്പ് കറിയാണ് കേട്ടോ. ഇതിലേക്ക് പരിപ്പും ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് ഒരു തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ വെന്തിട്ടുണ്ടാവണം പരിപ്പ്. ഇനി ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കടുകും, പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള വഴന്ന് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരുമ്പം ഇതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സാമ്പാർ പൗഡറാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം സാമ്പാർ പൗഡറാണ് ചേർത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഗ്രേവി ഒന്ന് തിക്കാക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. മാങ്ങാച്ചാറാണ് ചേർത്ത് കൊടുത്തത്. ഒരു 3 ടേബിൾ സ്പൂണോളം മാങ്ങാച്ചാറാണ് ചേർത്തത്. ഇനിയിപ്പം ആ ഒരു മാങ്ങയുടെ പുളി ഉള്ളതുകൊണ്ട് തന്നെ വേറെ സെപ്പറേറ്റ് പുളിയുടെ ആവശ്യമില്ല. ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് കസൂറി മെത്തി ലീവ്സും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
അടുത്തത് ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ വരുന്നത് വരെ ഞാനിവിടെ വേവിക്കുന്നുണ്ട്. അത് വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള, ഒരു തക്കാളി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം 1/2 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കറുകപ്പട്ടയും ഏലക്കയും ഗ്രാമ്പൂവുമാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വത്തൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു തക്കാളിയും സവാളയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5-8 മിനിറ്റ് വരെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ വഴറ്റുവാണെങ്കിലാണ് കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഒരു പച്ചമണം ആ ഒരു കറിക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുരുമുളക് പൗഡറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി വേവിച്ച് വെച്ച കടലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും മല്ലിയിലയും ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ കറി കുറുകി വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇതിലേക്ക് അല്പം കസൂർമെത്തി ലീവ്സും കൂടി ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അടുത്തത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് ഗ്രീൻ പീസ് കുതിർത്തതും പിന്നെ വെളുത്തുള്ളി അല്ലി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം, പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചത്. അപ്പം നല്ലതുപോലെ ഗ്രീൻ പീസ് ഉടഞ്ഞു കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പോളം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കാഷ്യൂനട്ട് പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ട് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. തേങ്ങാപ്പാലിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ. ഇനിയിപ്പോൾ ഒരു കടായി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പം അല്പം വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർക്കാൻ മറന്നുപോയി. ഇതിപ്പം നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുന്ന ടൈമിൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല പൗഡറും കുരുമുളക് പൗഡറും ആണ് ചേർത്തത്. അവസാനം നമ്മൾ വേവിച്ച് വെച്ച ഒരു ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർക്കാം. ഏറ്റവും അവസാനം ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.